ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം PSC എക്സാമിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യാനാണ്. ഇതിൽ 6 പാർട്ടാണുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. പാർട്ട് 1 ഫസ്റ്റ് പാർട്ട് കേരള ചരിത്രമാണ്. അതിനകത്ത് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം എന്നിങ്ങനെയുള്ളതാണ് വരുന്നത്. പിന്നെ വരുന്നത് കേരള നവോത്ഥാനം, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് അയ്യങ്കാളി, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എന്നതാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അതിൽ തന്നെ മൂന്നാമത്തെ ഭാഗം വരുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടാണ്. അതിനകത്ത് തിരുവിതാംകൂർ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി, രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പിന്നെ കൊച്ചി എന്ന് വരുന്നത് ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാമണ്ഡലം, മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയവയാണ് ദേശീയ പ്രസ്ഥാനം എന്ന ഭാഗത്ത് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. പിന്നെ വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നാണ്. അതിനുശേഷം മൂന്നാമത്തെ പോർഷനായിട്ട് വരുന്നത് ലോക ചരിത്രമാണ്. അതിനകത്ത് നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഈ ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ 10 മാർക്കിനാണ്. ടോട്ടൽ പാർട്ട് 1 ഫസ്റ്റ് പാർട്ട് 10 പ്ലസ് കറണ്ട് അഫയേഴ്സ് 2 മാർക്ക് 12 മാർക്കിനാണ് വരുന്നത്. ഇനി പാർട്ട് 1 തന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമാണ്. അതിനകത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന എന്നിവ വരുന്നുണ്ട്. പിന്നെ സാമ്പത്തിക ശാസ്ത്രമാണ്. അതിനകത്ത് ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നിവ വരുന്നുണ്ട്. പിന്നെ വരുന്നത് രാഷ്ട്രതന്ത്രശാസ്ത്രമാണ്. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന പിന്നെ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് സമൂഹശാസ്ത്രമാണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 സെക്കൻഡ് ഭാഗമായിട്ട് വരുന്നത്. അപ്പം ഇത്രയും 5 മാർക്കിനും പിന്നെ ഇതിനും ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട് 2 മാർക്കിന്. ടോട്ടൽ 7 മാർക്കാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ആണ്. പാർട്ട് 2 ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം എന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം ഭാഗത്ത് വരുന്നത് ഭൗതിക ശാസ്ത്രമാണ്, നമ്മുടെ ഫിസിക്സ്. അത് 7 മാർക്കിന്. പിന്നെ കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനും ചോദിക്കുന്നുണ്ട്. പാർട്ട് 2 രണ്ടാം ഭാഗം എന്ന് പറയുന്നത് രസതന്ത്രമാണ്, കെമിസ്ട്രി ആണ്. അതും 7 മാർക്കിനും. അതിൻ്റെ കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്നത് പാർട്ട് 2 മൂന്നാം ഭാഗം എന്ന് പറയുന്നത് ജീവശാസ്ത്രമാണ്, സയൻസ്, അതായത് നമ്മുടെ ബയോളജിയാണ്. അതിനകത്ത് വരുന്നത് 6 മാർക്കിനും പിന്നെ കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനും ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മൂന്നാം പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആണ്, മാത്സ് ആണ്. അത് 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പാർട്ട് 4 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ആണ്, 20 മാർക്കിനാണ് അത് ചോദിക്കുക. പാർട്ട് 5 എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, ഗ്രാമർ, പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇത്രയും 10 മാർക്കിനാണ് ചോദിക്കുക. അവസാനത്തത് പാർട്ട് 6 എന്ന് പറയുന്നത് മലയാളമാണ്. അതിൽ സാഹിത്യപരം, അതായത് കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ തുടങ്ങിയവ ചോദിക്കുന്നുണ്ട്. ഭാഷാപരം, പിന്നെ ബോധനശാസ്ത്രപരം. ഇത്രയും കൂടി 10 മാർക്കിനാണ്. ടോട്ടൽ 100 മാർക്കിനാണ് നമ്മുടെ PSC പരീക്ഷ. അറിയാമല്ലോ, നെഗറ്റീവ് മാർക്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ UP സ്കൂൾ ടീച്ചറിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 707/2023 ആണ് കേട്ടോ. അപ്പോൾ ഇത് ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സിലബസ് ഫോളോ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.